മഴ തുടങ്ങിയതോടെ സാംക്രമിക രോഗങ്ങളും അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വണ്ടിപ്പെരിയാർ ഇഞ്ചിക്കാട് ആറ്റോരം പോകുന്ന ഭാഗത്ത് മലമൂത്ര വിസർജനത്താൽ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥ. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതുവഴി നിരവധിയായ കുട്ടികളാണ് കടന്നു പോകേണ്ടത്. ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും വ്യാപാരികളും. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് +2 കഴിഞ്ഞു, എന്നാൽ എഡ്യൂകോർ എഡ്യൂക്കേഷൻ നിങ്ങൾക്കായി സൗജന്യമായി പഠനം തയ്യാറാക്കുന്നു. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സിനും മുഴുവൻ ചെലവുകളും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളും ഉണ്ടാകും നിങ്ങളോടൊപ്പം. കൂടുതൽ വിവരങ്ങൾക്ക് കൺസൾട്ടൻസി ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക. എഡ്യൂകോർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, നിങ്ങളുടെ കരിയർ ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ നടത്തിവരുന്നുണ്ട്. എങ്കിലും ടൗണിനോട് ചേർന്നുള്ള ഇഞ്ചിക്കാട് ആറ്റോരത്തേക്ക് പോകുന്ന ഭാഗത്ത് മലമൂത്ര വിസർജനവും മാലിന്യവും മൂലം മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. തൊട്ടടുത്ത് തന്നെ വീടുകളും അതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. മാലിന്യത്തിൽ നിന്നും ഉണ്ടാകുന്ന ദുർഗന്ധം മൂലം ഇവരൊക്കെ കടയ്ക്കുള്ളിലും വീടിനുള്ളിലും മൂക്കുപൊത്തിയാണ് ഇരിക്കേണ്ടത്. മഴ ആരംഭിച്ചതോടെ ഇവിടെയുള്ള മാലിന്യവും മലമൂത്ര വിസർജനവും റോഡിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇതുകൊണ്ട് തന്നെ സാംക്രമിക രോഗങ്ങളും ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികളും പടരാൻ സാധ്യത ഏറെയാണ്. ഇതുകൂടാതെ സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ പഠിക്കുന്ന നിരവധിയായ കുരുന്നുകളാണ് ഇതുവഴി കാൽനടയായി സ്കൂളിലേക്ക് കടന്നു ചെല്ലേണ്ടത്. ഇത്തരത്തിൽ മാലിന്യം ഇവിടെ നിക്ഷേപിക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്നത് മൂലം കുട്ടികളിലും രോഗമുണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഇതോടൊപ്പം രാത്രിയായാൽ ഇവിടെ മദ്യപാന്മാരുടെ താവളമായി മാറുകയും ചെയ്യും. ഇവിടെയുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച് വഴിവിളക്കം ഘടിപ്പിക്കണം എന്നുള്ളതാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. എന്നാൽ ഇതേ സമയം തോട്ടം മേഖലയിൽ നിന്നുമടക്കം വണ്ടിപ്പെരിയാർ ടൗണിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മലമൂത്ര വിസർജനത്തിനായി എന്തു ചെയ്യണമെന്ന ചോദ്യവും നിലനിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.